കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 2023-24 വാർഷിക പദ്ധതിയിൽ 80 ലക്ഷം രൂപ വകയിരുത്തി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൈനിക്കുളത്തിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾക്ക് തുടക്കമായി. 13ാം വാർഡിൽ ഉൾപ്പെടുന്ന വടുതല പ്രദേശത്തെ ജനങ്ങളുടെ ഏറെക്കാലത്തെ സ്വപ്നമായ പൈനിക്കുളം പുനരുദ്ധാരണ പ്രവൃത്തിയുടെ നിർമ്മാണോദ്ഘാടനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ് മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷക്കീല ഷമീർ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, പഞ്ചായത്ത് അംഗം ശരത് രാമനുണ്ണി, കുടുംബശ്രീ ചെയർപേഴ്സൺ പുഷ്പലത, കണ്ടാണശ്ശേരി പഞ്ചായത്ത് സെക്രട്ടറി നരേന്ദ്രനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ജോയിന്റ് BDO ജുജു പദ്ധതി വിശദീകരണവും കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് അക്രഡിറ്റഡ് എഞ്ചിനീയർ രേഷ്മ VV റിപ്പോർട്ട് അവതരണവും നടത്തി. കുളത്തിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കുന്നതിലൂടെ സമീപ പ്രദേശങ്ങളിലെ ഭൂഗർഭജലനിരപ്പ് സന്തുലിതമായി നിലനിർത്താനും ജലക്ഷാമം ഒരു പരിധിവരെ പരിഹരിക്കുന്നതിനും സാധിക്കും. കൂടാതെ കാർഷിക മേഖലയിലേക്ക് ആവശ്യമായ ജലസേചന സൗകര്യത്തിനായി ഷട്ടർ സംവിധാനവും ജലനിരപ്പളക്കുന്നതിനായി വാട്ടർ സ്കെയിലിന്റെ നിർമ്മാണവും കുളം ആഴം കൂട്ടലും സൈഡ് കെട്ടി സംരക്ഷണവും ആൾമറ കുളിക്കടവ് കുളത്തിന്റെ സൈഡിൽ നടപ്പാത തുടങ്ങി ആകർഷണമായ രീതിയിലാണ് പൈനിക്കുളം പുനരുദ്ധാരണ പ്രവൃത്തി നടക്കുന്നത്. തൊഴിലുറപ്പ് ഓവർസിയർ അരുൺ, ജീവനക്കാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, പ്രദേശവാസികൾ, ഹരിതകർമ്മസേനാ അംഗങ്ങൾ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. CCTV ന്യൂസ് കേച്ചേരി.